അത്യാവശ്യം വലിയൊരു ആട്ടുപാല. അടിപൊളി വൈബാണ് കേട്ടോ. ഇത് കിടക്കുമ്പോഴേ നടുക്കോടെ കടന്നാൽ മതി, വലിയ ഇഷ്ടം ഉണ്ടാവില്ല. കനാൽ വരുമ്പോൾ നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ എസ്റ്റേറ്റും പിന്നെ ആട്ടുപാലങ്ങളാണ്. നമ്മുടെ തൃശ്ശൂർ ഈ മഴക്കാലത്ത് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ ചിമ്മിനി ഡാം. അപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നതും പിന്നെ ഒന്ന് എറണാകുളം അല്ലെങ്കിൽ ചാലക്കുടി ഭാഗത്ത് നിന്ന് വരുന്നതും. അപ്പോൾ ചാലക്കുടി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് വെള്ളിക്കുളങ്ങര ഓടി വന്നു കഴിഞ്ഞാൽ ചൊക്കന കയറി നേരെ ചിമ്മിനിക്ക് പോകാം. അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ചൊക്കന കയറി കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് നമുക്ക് എസ്റ്റേറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആട്ടുപാലം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഈ എസ്റ്റേറ്റുകളൊക്കെ കണ്ടാ കിട്ടുമല്ലേ. കനാൽ വരുമ്പോൾ നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ എസ്റ്റേറ്റും പിന്നെ ആട്ടുപാലങ്ങളാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ വെള്ളിക്കുളങ്ങര ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇത് 2ാമത്തെ ആട്ടുപാല. ആദ്യത്തെ ആട്ടുപാലത്തിൻ്റെ അവിടുത്തെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയില്ല എന്നുള്ളൂ. 2 ആട്ടുപാലങ്ങളുണ്ട്. അങ്ങനെ ഇപ്പുറത്തേക്ക് നടന്നിട്ടുണ്ട്. ചെറിയൊരാട്ടൊക്കെ തോന്നും, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നും. പക്ഷേ ആ അറ്റത്തുള്ള മരങ്ങളൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. മറ്റേ ആട്ടുപാലം കുറച്ചുകൂടി നല്ലതാണ്. ഇതിനേക്കാളും നല്ലതാണ്. മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ആട്ടുപാല. അതുപോലെ വണ്ടിയൊക്കെ കൊണ്ടുപോകാറുണ്ട് അവിടുത്തെ ആൾക്കാർ. ഇത് കണ്ടോ, ഇതിങ്ങനെ ചെരിഞ്ഞാൽ നിൽക്കണം ഈ ആട്ടുപാലം. അപ്പോൾ അതിൻ്റെ ഒരു പേടി നമുക്കുണ്ടാവും കയറുമ്പോൾ. ആട്ടുപാലം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഇതായിട്ടുള്ള ആട്ടുപാല, കുറച്ച് ആട്ടം കൂട്ടിലുള്ള ആട്ടുപാലമാണ്. ആട്ടുപാലം എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും ആട്ടം വേണമല്ലോ അല്ലേ. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ട്രെൻഡിങ് ആയ കാരണം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ അടുത്താണ്, ഞങ്ങൾ കുറച്ചുള്ളൂ. കോടാടിയിൽ നിന്നൊക്കെ ഇത്തിരി ദൂരമുള്ളൂ ഇവിടേക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാവുന്നുള്ളൂ. ഇതാണ് 3ാമത്തെ ആട്ടുപാലം, അതായത് വെള്ളിക്കുളങ്ങര ഭാഗത്ത് നിന്ന് വരുമ്പോൾ 3ാമത്തെ ആട്ടുപാലം. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന സമയത്ത് ഇതുമേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതൊരു അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു. ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതങ്ങനെ അധികം പേര് വരാത്തൊരു സ്ഥലമാണ്. ആക്ച്വലി ആൾക്കാർ ഇത് ശ്രദ്ധിക്കില്ല. അങ്ങനെ വഴി കൂടെ പോകുമ്പോൾ കാണില്ല, കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി വലിയൊരു ഇതാണ് കേട്ടോ ഈ ആട്ടുപാലാണ്. മറ്റേ 2 ആട്ടുപാലം ഇത്രയ്ക്ക് ലെങ്ത് ഇല്ല, പക്ഷേ ഇത് കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയതാണ്. ആക്ച്വലി അന്ന് ഇത് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എത്ര നാളായിട്ട് റെഡി ആക്കിയെന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ താഴെ കൂടെ പോണ ഇത് കണ്ട, പുഴയൊക്കെ കണ്ട, നല്ല രസമല്ലേ കാണാനായിട്ട്. അത്യാവശ്യം വലിയൊരു ആട്ടുപാല, അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വരുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് വന്ന് നോക്കിയോളൂ. 2 മാത്രം കയറി പോവാതെ ഇതും കൂടി ഒന്ന് കയറി പോവാം. അവിടേക്ക് ആൾക്കാർ ഇതുപോലെ പോയിണ്ടാവുക അല്ലേ. അവിടെ ഏത് കടക്കാൻ എന്തായാലും വന്നാലേ കടന്നു നോക്കാം. സംഭവം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വൈബ് കിട്ടി പച്ചപ്പിനൊക്കെ. പക്ഷെ ഇത് അധികം പേര് ശ്രദ്ധിക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയിട്ടല്ലേ, അത് കാരണം അധികം പേര് ശ്രദ്ധിക്കില്ല. നടന്നിട്ട് വരാം.
രണ്ടാമത്തെ ആട്ടുപാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ അതായത് ഇവിടെ ഒരു 907 ജാറം എന്ന് പറഞ്ഞിട്ടൊരു നടവഴി കാണും. അപ്പോൾ അതിൽ കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് മൂന്നാമത്തെ ആട്ടുപാലം ഉണ്ടാവുക കേട്ടോ. അത് ചാലക്കുടി ഭാഗത്തു നിന്ന് വരുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നേരാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. ഈ വഴി ഇനി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് എത്തും. ചിമ്മിനി ഡാമിൽ അങ്ങോട്ടൊക്കെ പോണ വഴിയുണ്ടല്ലോ, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഡാമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതും നല്ലതാണ്, പക്ഷെ അങ്ങോട്ട് പോണ വഴിയാണ് കുറച്ചും കൂടി ഭംഗി. ഇനിയുള്ള വഴിയാണ് നല്ല ഭംഗിയുള്ള വഴി. അത്രയ്ക്കും തിരക്ക്. അവിടെ കുളിക്കാൻ ഇറങ്ങാനായിട്ടൊരു സ്ഥലമുണ്ട്, പക്ഷെ അവിടെ വെള്ളം ചേട്ടാ. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. അമിക നാളെ തിരക്കണി കാണണം, അമിക നാളെ തിരക്കണി കാണണ. അവിടെ പോലെ ഡാമിലേക്ക് കാണാനുള്ള തിരക്കാണ്, ഭയങ്കര തിരക്കായിരുന്നുണ്ടെന്ന്.